നല്ല പഴുത്ത മാങ്ങ ഉപ്പും മുളകും ഒക്കെ ഇട്ട് തിരുമ്മി അങ്ങോട്ട് കഴിച്ചാലോ? എല്ലാവർക്കും ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി ഒരു മാങ്ങയ്ക്ക് വേണ്ടി മാവിലോട്ട് നോക്കി നിൽക്കണം, പക്ഷെ ഒന്നും ചാടിയില്ല. അപ്പം അതെ ആൻറ്റി വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു ഒരു വലിയ മാങ്ങ, അതും പഴുത്തത്. കറി വെക്കാൻ കൊണ്ടുവന്നാണെങ്കിൽ അത് പഴുത്തുപോയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അത് കുറച്ച് ഉപ്പ് മുളകൊക്കെ ഇട്ട് അങ്ങനെ തിന്നാന്ന് വിചാരിച്ച്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ് ഗൈസ്. നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കത് കിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ അത് കിട്ടണം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം അപ്പം തന്നെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടണ്ട. അതിനൊക്കെ ഒരു ടൈമുണ്ട്. മാമ്പഴം തരുന്ന ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ എന്തോരം ഓർമ്മകൾ ഒളിച്ചിരിക്കുന്നത്. പിന്നെ മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ടേസ്റ്റ് മാത്രമല്ല, അതൊരു ഫീലിംഗാ. നമുക്ക് ഒത്തിരി നൊസ്റ്റാൾജിക് ഫീലിങ്സ് അത് കഴിക്കുമ്പോൾ വരും. നമ്മുടെ കുട്ടിക്കാലൊക്കെ മാമ്പഴം കൊണ്ട് നിറഞ്ഞിരിക്കുക അല്ലേ? ഒരു ചെറിയ കാറ്റ് വീശി കഴിഞ്ഞാൽ അതൊരു സീസൺ ടൈം ആണെങ്കിൽ ഓയ്യോ എന്തോരം മാങ്ങയായാലും മാമ്പഴമായിരിക്കും ചാടി വീഴുന്നത്. അപ്പോൾ ഒരു കാറ്റ് വീശാൽ നമ്മളൊക്കെ ഒന്ന് കൊതിക്കും. പിന്നെ മാമ്പഴം എന്ന് പറഞ്ഞ ഒരു സീസണൽ ഫ്രൂട്ടാണ്. എല്ലാ സമയത്തും നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് അത് ഉണ്ടാവണ ടൈം നമുക്കിങ്ങനെ നോക്കി നിൽക്കും അല്ലേ? ചെറിയതായിട്ട് മാവൊക്കെ പൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മനസ്സിൽ എന്തൊരു സന്തോഷമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, മാമ്പഴത്തിന് മാത്രം തരാൻ പറ്റുന്ന ഒരു പ്രത്യേക ക്വാളിറ്റി. അതിപ്പോ പച്ചക്ക് കിട്ടിയാലും നമുക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ? പച്ചക്ക് കിട്ടിയാലും ഇഷ്ട. എന്നാ ചെറുതായിട്ടൊന്ന് പഴുത്തൊരു ചെനച്ച രൂപത്തിൽ കിട്ടുവാണെങ്കിലോ അതും ഇഷ്ട. പിന്നെ പഴുത്ത് കിട്ടിയാലോ അത് വേറൊരു വൈബ്. അങ്ങനെ 3 തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു ഫ്രൂട്ട് ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ മാങ്ങ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല പഴുത്തത് നല്ല മധുരമായിരിക്കും. പക്ഷെ അല്ല, നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഉപ്പും മുളകും ഇട്ടപ്പോൾ കുറച്ചും കൂടി അത് ഇടുമ്പോൾ നമുക്ക് കുറച്ച് മധുരം ഫീൽ ചെയ്യും അല്ലേ? അത്രയ്ക്കും ടേസ്റ്റിയാണ് ഗൈസ്. കടയിൽ പോയിട്ട് എന്തൊക്കെ സ്നാക്സ് മേടിച്ചാലും ഇതിൻ്റെ ഒന്നും അത്ര ഒന്നും ആവത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇടയ്ക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പഴയ മെമ്മറീസൊക്കെ റീകളക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം മതി നമുക്ക് മാറ്റിവെക്കാൻ ജീവിതത്തിൽ. അന്നേരം നമുക്ക് കുറച്ച് സമയത്തിൽ ഒത്തിരി സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ പച്ചമാങ്ങ ഉപ്പ് മുളക് ഇടണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇടും. അത് കുറച്ച് അടിപൊളി കേട്ടോ. ഞാനിങ്ങനെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊതി വന്നില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നടക്കാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഓർത്തിട്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എല്ലാം അതിൻ്റെതായ സമയത്ത് എല്ലാം നടന്നോളൂ കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്. പിന്നെ എന്നെയും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാക്കിക്കൂടെ? അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണോട്ടോ. ഓക്കേ.